സുഹൃത്തുക്കളെ, നമ്മളിന്ന് ഓഗസ്റ്റ് 16 നടന്ന 89/25 പ്രിസൺ ഓഫീസർ ഡ്രൈവർ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിലെ സ്പെഷ്യൽ ടോപ്പിക്സാണ് ആദ്യം നമ്മൾ നോക്കുന്നത്. ഒരു കോൺട്രാക്ട് കാരിയേജ് വാഹനത്തിൻ്റെ പെർമിറ്റ് കാലാവധി എത്രയാണ്? 5 വർഷമാണ് കേട്ടോ. 5 വർഷം. ഒരു കോൺട്രാക്ട് കാരിയേജ് വാഹനത്തിൻ്റെ പെർമിറ്റ് കാലാവധി 5 വർഷമാണ്. 6 വർഷം പഴക്കമുള്ള ഒരു ട്രാൻസ്പോർട്ട് വാഹനത്തിന് ലഭിക്കുന്ന ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിൻ്റെ കാലാവധി 2 വർഷമാണ്. 6 വർഷം പഴക്കമുള്ള ട്രാൻസ്പോർട്ട് വാഹനത്തിന് ലഭിക്കുന്ന ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിൻ്റെ കാലാവധി 2 വർഷമാണ്. മോട്ടോർ വാഹന ഡ്രൈവിംഗ് റെഗുലേഷൻ 2017 റൂൾ 3 എന്തുമായി ബന്ധപ്പെട്ടതാണ്? മറ്റു റോഡ് ഉപയോക്താക്കളോടും പൊതുജനങ്ങളോടുമുള്ള ഒരു ഡ്രൈവറിൻ്റെ കടമയെക്കുറിച്ചാണ് റൂൾ 3 പറയുന്നത്. പരസ്പരം കടന്നു പോകാൻ അസൗകര്യമുള്ള മൗണ്ടൻ റോഡുകളിലും കുത്തനെയുള്ള റോഡുകളിലും ഒരു വാഹനം കയറി വരുമ്പോൾ ഇറങ്ങുന്ന വാഹനത്തിൻ്റെ ഡ്രൈവർ തൻ്റെ വാഹനം, അത് നമുക്കറിയാം അല്ലേ. നമ്മൾ എപ്പോഴും കയറ്റം കയറി വരുന്ന വാഹനത്തിനായിരിക്കും പ്രിഫറൻസ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇടതുവശം ചേർത്ത് ഒതുക്കി നിർത്തേണ്ടതാണ്, അത് ശരിയാണ്. പിന്നെന്താണ്, ഇടതുവശം ചേർത്ത് ഓടിച്ചു പോകേണ്ടതാണ്, അതല്ല. കയറ്റം കയറി വരുന്ന വാഹനത്തെ ആദ്യം കയറ്റി വിടേണ്ടതാണ്. അപ്പോൾ ഓപ്ഷൻസ് 1ഉം 3ഉമാണ് ശരി. അടുത്തതായി, 2 ചക്രത്തിൽ കൂടുതലുള്ള ഒരു വാഹനം റോഡിൽ തടസ്സമാകുന്ന രീതിയിൽ ബ്രേക്ക് ഡൗൺ ആയാൽ ചെയ്യേണ്ട മുൻകരുതലുകൾ. അപ്പോൾ ഹസാർഡ് വാർണിംഗ് ലൈറ്റ് ഉടൻ തന്നെ പ്രവർത്തിപ്പിക്കണം, ശരി. ഹൈവേയിലോ മേജർ റോഡുകളിലോ ആണെങ്കിൽ വാഹനത്തിൻ്റെ 50 മീറ്റർ പിന്നിലായി റിഫ്ലക്റ്റീവ് ട്രാഫിക് വാർണിംഗ് ട്രയാങ്കിൾ വെച്ചിരിക്കണം, അതും ശരിയാണ്. വാഹനം കിടക്കുന്നത് വളവിലാണെങ്കിൽ വളവിന് മുന്നിലായി റിഫ്ലക്റ്റീവ് ട്രാഫിക് വാർണിംഗ് ട്രയാങ്കിൾ വെച്ചിരിക്കണം, അതും ശരിയാണ്. അപ്പോൾ മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ് എന്നതാണ് ഉത്തരം. കേരളത്തിലെ 4 വരി ഇല്ലാത്ത സ്റ്റേറ്റ് ഹൈവേ റോഡുകളിൽ ഒരു ചരക്ക് വാഹനത്തിന് നിയമപരമായി സഞ്ചരിക്കാൻ കഴിയുന്ന പരമാവധി വേഗത എത്രയാണ്? മണിക്കൂറിൽ 50 കിലോമീറ്ററാണ്. ലോഡ് ഉൾപ്പെടെ ഒരു വാഹനത്തിന് അനുവദനീയമായ ഭാരം എന്ന് പറയുമ്പോൾ ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് ആണ്. അതായത് വാഹനത്തിലെ ലോഡിൻ്റെയും വാഹനത്തിൻ്റെയും മുഴുവൻ ഭാരം ആണ് കേട്ടോ ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ്. അടുത്തതായി, റോഡ് അപകടം സംഭവിച്ചാൽ എത്ര സമയത്തിനകം ഏറ്റവും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം? 12 മണിക്കൂറിനകം അറിയിച്ചിരിക്കണം റോഡ് അപകടം നടന്നു കഴിഞ്ഞാൽ. ജംഗ്ഷനിൽ ചുവപ്പ് ട്രാഫിക് ലൈറ്റ് തെളിഞ്ഞാൽ വാഹനം എവിടെ നിർത്തണം? സ്റ്റോപ്പ് ലൈനിന് മുന്നെയാണ് നിർത്തേണ്ടത് കേട്ടോ, സ്റ്റോപ്പ് ലൈനിന് മുന്നേ. അടുത്തായി, പ്രായപൂർത്തിയാകാത്ത ഒരു വ്യക്തി ഡ്രൈവിംഗ് ലൈസൻസ് കരസ്ഥമാക്കാതെ പൊതുസ്ഥലത്ത് മോട്ടോർ വാഹനം ഡ്രൈവ് ചെയ്താൽ വാഹന ഉടമ നൽകേണ്ട തുക എത്രയാണ്? പിഴത്തുക എത്രയാണ്? 25,000 രൂപയാണ് കേട്ടോ, 25,000 രൂപ. വാഹനത്തിൽ ഫാസ്റ്റാഗ് പതിക്കേണ്ടത് എവിടെയാണ്? എവിടെയായിരിക്കും? മുന്നിലത്തെ വിൻഡോയിൽ അല്ലേ, ഇപ്പോൾ വിൻസ്ക്രീനിലാണ്. അടുത്തത്, സ്പീഡ് ഗവർണർ ആവശ്യമില്ലാത്ത വാഹനങ്ങൾ ഏതാണ്? അപ്പോൾ ഫയർ ടെൻഡർ, നമ്മുടെ ഫയർ ട്രക്കും പിന്നെ ആംബുലൻസ്. EIB എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ബസ്സാണ് കേട്ടോ. അപ്പോൾ ഇതിന് ആവശ്യമുണ്ട്. എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ബസ്, നമ്മുടെ സ്കൂൾ ബസ്സിനൊക്കെ സ്പീഡ് ഗവർണർ വേണം. അപ്പോൾ ഇതല്ല. അടുത്തതായി, ഫയർ ടെൻഡർ, ട്രാക്ടർ, ട്രെയിലർ, ആംബുലൻസ്. അപ്പോൾ ട്രാക്ടർ, ട്രെയിലർ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ഉൾപ്പെടുത്താൻ പറ്റും. പക്ഷേ ബാക്കി ഓപ്ഷൻസും കൂടെ നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. പിന്നെ ഫയർ ടെൻഡർ, ഹെർസസ് എന്ന് പറഞ്ഞാൽ ഈ ശവമൊക്കെ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന വലിയ നീളമുള്ള കാറെന്നാണ് അർത്ഥം. ഈ അമേരിക്കയിലൊക്കെ ഉള്ള ഒരു കറുത്ത ഒരു കാറുണ്ട്, അതിൻ്റെ പേര് ഹിയർസ് എന്നാണ്. അപ്പോൾ അതൊക്കെയാണ് ഉദ്ദേശിച്ചേക്കുന്നത്, ഹെർസസ്. പിന്നെ ഡംപ് ട്രക്കുകൾ, അപ്പോൾ അതൊന്നുമല്ല. അതിനൊക്കെ സ്പീഡ് ഗവർണർ ആവശ്യമുള്ളത് തന്നെ. അപ്പം അടുത്തത് വരുന്നത് ഫയർ ടെൻഡർ, ക്വാഡ്രിസൈക്കിളിന് എന്തായാലും ഈ സ്പീഡ് ഗവർണറിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അത് ഓക്കെയാണ്. പിന്നെ ഫയർ ടെൻഡറും ആംബുലൻസും, അതിന് രണ്ടിനും ഇതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ കൂടുതലും ചേരുന്ന ഓപ്ഷൻ ഇത് തന്നെയാണ്, ഫയർ ടെൻഡർ, ക്വാഡ്രിസൈക്കിൾ, ആംബുലൻസ്. ഇതിനാണ് സ്പീഡ് ഗവർണർ ആവശ്യമില്ലാത്തത്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ, ഒരു മോട്ടോർ വാഹനത്തിൽ നിന്ന് പുറപ്പെടുവിപ്പിക്കാവുന്ന പരമാവധി ശബ്ദത്തിന് നിയന്ത്രണം അഗ്രികൾച്ചറൽ ട്രാക്ടറിന് ബാധകമല്ല, ട്രാക്ടറിനും ഹാർവെസ്റ്റർ വാഹനത്തിനും ബാധകമല്ല, കൺസ്ട്രക്ഷൻ എക്വിപ്മെൻറ്റ് വാഹനത്തിനും ബാധകമല്ല, എല്ലാ മോട്ടോർ വാഹനത്തിനും ബാധകമാണ്. അപ്പോൾ എല്ലാ മോട്ടോർ വാഹനത്തിനും ബാധകമാണ് എന്നതാണ് ഇതിൽ കൂടുതലായിട്ട് ചേരുന്ന ഓപ്ഷന്. അടുത്തതായി, ഹസാർഡ് ഗുഡ് വാഹനത്തിൽ ഉണ്ടായിരിക്കേണ്ടത് എന്തൊക്കെയാണ് വേണ്ടത്? ഫയർ എക്സ്റ്റിങ്ക്യൂഷൻ എന്തായാലും വേണം, ഫയർ എക്സ്റ്റിങ്ക്യൂഷർ വേണം. പിന്നെന്താണ്, എമർജൻസി ഇൻഫർമേഷൻ പാനൽ അല്ലേ, അത് നിർബന്ധമാണ്. ഹസാർഡ് ഗുഡ്സിൽ നിർബന്ധമായിട്ടും കാണിക്കേണ്ടതാണ് എമർജൻസി ഇൻഫർമേഷൻ പാനൽ. പിന്നെ VLTD, അതായത് GPS ആണ്, വെഹിക്കിൾ ലൊക്കേഷൻ ട്രാക്കിംഗ് ഡിവൈസ് ആണ്. അപ്പോൾ GPS, അപ്പോൾ അത് നിർബന്ധമായിട്ട് വേണം. അപ്പോൾ ഓപ്ഷൻ B ആണ് ഇതിൻ്റെ ഉത്തരം. പിന്നെ ഉള്ളത്, ഹസാർഡ് ഗുഡ് വാഹനങ്ങളിൽ ക്ലാസ് ലേബലിൻ്റെ വലിപ്പം അത് 250 mm² ആണ് അല്ലേ, 250 mm². പിന്നെ വരുന്നത് എന്താണ്, ഗുരുതരമായ പരിക്കിനെ തുടർന്നുള്ള മരണസാധ്യത തടയുന്നതിനായി ചികിത്സ സംബന്ധിതമായി
ലഭ്യമാക്കുന്നതിന് അപകടം നടന്നു കഴിഞ്ഞ് ഉടനെയുള്ള 1 മണിക്കൂർ സമയം വളരെ പ്രധാനമാണ്. ഈ മണിക്കൂർ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? സുവർണ മണിക്കൂർ, അതായത് ഗോൾഡൻ അവർ എന്നാണ് അറിയപ്പെടുന്നത്. നമ്മളെ ക്ലാസ്സുകളും ക്വിസും ഒക്കെ കണ്ട ആൾക്കാർക്കിത് വളരെ എളുപ്പം എഴുതാൻ സാധിക്കും. അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അടുത്തത്, ആൾക്കാരെയോ ചരക്കോ കൊണ്ടുപോകുന്നതിനായി ഒരു മോട്ടോർ വാഹനത്തിൽ ഘടിപ്പിച്ച് വലിച്ചു കൊണ്ടുപോകുന്ന, അപ്പോൾ ഘടിപ്പിച്ച് വലിച്ചു കൊണ്ടുപോകുന്ന കുറഞ്ഞത് 2 ചക്രങ്ങളും എങ്കിലും ഉള്ള സ്വയം പ്രൊപ്പൽഷൻ ഇല്ലാത്ത ഒരു റോഡ് വാഹനം. വലിച്ചുകൊണ്ട് പോകുന്നതെന്ന് പറയുമ്പോഴേ നമുക്കറിയാം ട്രെയിലറാണ്. അപ്പോൾ കാറ്റഗറി ടി ആണ്. അടുത്തതായി, ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധി. സ്ഥിരം ക്വസ്റ്റ്യൻ അല്ലേ, 20 വയസ്സ്. ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുന്നതിന് ഫോം 1A നൽകേണ്ടി വരുന്നത്. അപ്പോൾ 1A ഫോം കൊടുക്കേണ്ടത് ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കുന്നതിനുള്ള ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുമ്പോഴും അപേക്ഷകന് 40 വയസ്സ് പൂർത്തിയായിട്ടുണ്ടെങ്കിലുമാണ്. അപ്പോൾ ഓപ്ഷൻ 1ഉം 3ഉമാണ്. കേരള മോട്ടോർ വാഹന റൂൾസ് 1989 ലൈസൻസിങ് അതോറിറ്റി ഒരു ഡ്രൈവറിൻ്റെ ലൈസൻസ് അയോഗ്യത കൽപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട റൂൾ 19 താഴെ പറയുന്നതിൽ ഹാൻഡ് കൺട്രോളുകൾ ഏതെല്ലാമാണ്? അപ്പോൾ ഹാൻഡ് കൺട്രോൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലേ, നമ്മുടെ ഡാഷ്ബോർഡിൽ എന്തിൻ്റെയൊക്കെ സ്വിച്ചാണ് ഉള്ളത്? വൈപ്പറിൻ്റെ ഉണ്ട്, പിന്നെന്താണ് ഇഗ്നീഷൻ സ്റ്റാർട്ട് ആക്കാനുള്ളത്. ആക്സിലേറ്ററും ഫുഡ് ബ്രേക്കും അല്ല ഫുഡ് കൺട്രോൾസ് വരുന്നത്. അപ്പോൾ ഹാൻഡ് കൺട്രോൾ വരുന്നത് വൈപ്പറും ഇഗ്നീഷനും ഓപ്ഷൻ സി ആണ്. ഒരു ഡ്രൈവർക്ക് ഉണ്ടാവേണ്ട ഉത്തരവാദിത്തങ്ങൾ എന്തെല്ലാം? മറ്റു റോഡ് ഉപയോക്താക്കളുടെ സുരക്ഷയെക്കുറിച്ചുള്ള കരുതൽ, അത് ശരിയാണ്. തൻ്റെ ഡ്രൈവിങ്ങിലുള്ള അമിത വിശ്വാസം, അത് പാടില്ല. അക്ഷമ പാടില്ല. ഡിഫെൻസീവ് ഡ്രൈവിങ് വേണം അല്ലേ, അപകടം ഉണ്ടാവാതെ ഡ്രൈവിങ് ചെയ്യുന്നത് ഡിഫെൻസീവ് ഡ്രൈവിങ്. അപ്പോൾ ഓപ്ഷൻ 1ഉം 4ഉം ശരിയാണ്. പിന്നെന്താണ്, താഴെ പറയുന്നവയിൽ ഏത് വാഹനത്തിനാണ് റോഡിൽ മുൻഗണന നൽകേണ്ടത്? അത് ആംബുലൻസ് ഉണ്ടല്ലോ, അപ്പോൾ ആംബുലൻസ് തന്നെയാണ്. പിന്നെ എന്താണ്, ഫയർ ട്രക്ക്, പോലീസ് വാഹനങ്ങളൊക്കെ നമ്മുടെ ഈ മുൻഗണന നൽകേണ്ട വാഹനങ്ങളിൽ പെടുന്നതാണ് അല്ലേ. പിന്നെന്താണ്, ഏതെല്ലാമാണ് ഡിഫെൻസീവ് ഡ്രൈവിംഗ് ടെക്നിക്കുകൾ? അപ്പോൾ ആൻറ്റിസിപ്പേഷൻ, മറ്റൊരു ഡ്രൈവറോ യാത്രക്കാരോ എങ്ങോട്ട് തിരിയുന്നു എന്ന് നമ്മൾ ആദ്യമേ തന്നെ മുൻകൂട്ടി കാണാൻ സാധിക്കണം. എസ്കേപ്പ് റൂട്ട് അല്ലേ. പിന്നെന്താണ്, ജഡ്ജ്മെൻറ്റ്, നമ്മൾ ആദ്യമേ തന്നെ വളവും തിരിയും ഒക്കെ ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ മനസ്സിൽ തീരുമാനിച്ചുറപ്പിക്കണം. അപ്പോൾ ഇവയെല്ലാം തന്നെയാണ് ഉത്തരം. പിന്നെ MSM, എന്താണ് MSM? മിറർ സിഗ്നൽ മനൂവർ ആണ് കേട്ടോ, മിറർ സിഗ്നൽ മനൂവർ. അടുത്തത്, കേന്ദ്ര മോട്ടോർ വാഹന ചട്ട 168 പ്രകാരം അപകടത്തിൽ പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ ഈ ദൗത്യം ചെയ്ത വ്യക്തി, ഇതിൽ തെറ്റായത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ, തെറ്റായത് എന്താണ്? അപ്പോൾ ഈ ദൗത്യം ചെയ്ത വ്യക്തി ആശുപത്രി ചെലവുകൾ വഹിക്കേണ്ടതില്ല. അപ്പോൾ അത് എന്താണ്, വഹിക്കേണ്ടതില്ല, അത് ശരിയാണ് അല്ലേ. പിന്നെ ആശുപത്രി നടപടിക്രമങ്ങൾക്കൊപ്പം നിൽക്കേണ്ടതില്ല, അതും ശരി തന്നെയാണ്, നിൽക്കേണ്ട കാര്യമില്ല. പേരും മേൽവിലാസവും ആശുപത്രി അധികൃതർക്ക് നൽകിയിരിക്കണം. അപ്പോൾ അങ്ങനൊരു നിർബന്ധമില്ല. അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് ഇതിലെ തെറ്റ്. പിന്നെ 3 വയസ്സ് പ്രായമുള്ള കുട്ടിയുമായി മോട്ടോർ സൈക്കിളിൽ ഉള്ള യാത്ര അനുവദനീയമല്ല എന്നതല്ല, അപ്പോൾ അത് തെറ്റാണ്. സേഫ്റ്റി ഹാർനസ് ഉപയോഗിക്കണം, അത് ശരിയാണ്. പിന്നെ പരമാവധി 40 കിലോമീറ്റർ വേഗതയിൽ മാത്രമേ സഞ്ചരിക്കാൻ പാടുള്ളൂ എന്നാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഉത്തരം കേട്ടോ. ചിലപ്പോൾ അറിയില്ല, ഇത് മാറിയെന്നും വരാം. 30 കിലോമീറ്റർ വേഗത്തിൽ എന്നാണോ എന്ന് അറിയത്തില്ല. 40 കിലോമീറ്റർ ആണ് ശരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ബി തന്നെ ആയിരിക്കും ആൻസർ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, താഴെ പറയുന്ന വാക്യങ്ങളിൽ ശരിയായത് ഏത്? റോഡ് അപകടത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയ വ്യക്തി കേസിൽ വിറ്റ്നസ് ആകണം, അത് നിർബന്ധമല്ല. കേസിൽ വിറ്റ്നസ് ആകാൻ സാധ്യമല്ല, അതും എന്താണ്, അത് പറ്റും അല്ലേ, താല്പര്യം ഉണ്ടെങ്കിൽ പറ്റും. അപ്പോൾ സ്വയം വിറ്റ്നസ് ആകാനും ആകാതിരിക്കാനും സാധിക്കും. ഓക്കെ. പിന്നെ മോട്ടോർ വാഹന നിയമപ്രകാരമുള്ള കുറ്റത്തിന് പിഴയിടുന്നത്, അത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഒരു തവണയെങ്കിലും ചെല്ലാൻ കിട്ടാത്ത ആരുമില്ല. അപ്പോൾ ഈ ചെല്ലാൻ മുഖേനയാണ് അല്ലേ, ചെല്ലാൻ ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്താൽ മതി. അടുത്തതായി, വാഹനത്തിൻ്റെ രേഖകൾ പിടിച്ചെടുക്കാൻ അധികാരപ്പെട്ട ഉദ്യോഗസ്ഥർ, അതായത് പോലീസ് ഓഫീസർ അല്ലേ, സബ് ഇൻസ്പെക്ടർ മുതൽ മുകളിലോട്ട് ആർക്ക് വേണേലും പിടിച്ചെടുക്കാൻ സാധിക്കും. പിന്നെ അസിസ്റ്റൻറ്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ, അദ്ദേഹത്തിന് സാധിക്കും. പിന്നെന്താ, സംസ്ഥാന സർക്കാർ നിയോഗിച്ച ഉദ്യോഗസ്ഥൻ അല്ലേ, അങ്ങനെ അപ്പോൾ ഇതെല്ലാം എയും ബിയും ഉണ്ട്. അപ്പോൾ നമുക്കിത് ഈ സിയും കൂടെ ഉൾപ്പെട്ടുള്ള ഒരു ഓപ്ഷൻ മാത്രമേ അടുത്തതായിട്ട് കിടക്കുന്നുള്ളൂ അല്ലേ, എയും ബിയും സി. അപ്പോൾ ഡി ആണ് ഉത്തരം. ഓക്കെ, ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്. ഇനി